മിൻചേട്ടാ, നമ്മുടെ ജോർജ് സാറും ബെൻസും അവർ രണ്ടുപേരും കൂടെ വീണ്ടും ഒന്നിച്ചു. അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. നമ്മുടെ ലാലേട്ടൻ എന്താ പറ്റിയ ശരിക്കും? അല്ല, അതിപ്പോൾ ജോർജ് സാറിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇത് ചെയ്തതിൽ ജോർജ് സാറിന് ഒരു റിഗ്രറ്റും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അത് ചർച്ചയായി, അവരുടെ പരസ്യം വിജയിച്ചു. കാരണം അത് ഏത് വിധത്തിലാണെങ്കിലും അതിനാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഈ പരസ്യമൊക്കെ അങ്ങ് പോകും. ജോർജ് സാറ് പഴയ ജോർജ് സാറാന്ന് പറയുന്ന പോലെ ഈ സംഭവം പുള്ളിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല, മോഹൻലാലിന് യാതൊരു റിഗ്രറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. കാരണം മോഹൻലാൽ എന്ന നടന് ഇഞ്ചക്ഷൻ കൊടുത്തു, അതുകൊണ്ട് കണ്ണിന് താഴേക്ക് അഭിനയം വരില്ല, അവിടെ സ്ട്രക്കായിരിക്കുകയാണ് എന്ന് പറഞ്ഞവർക്കുള്ളൊരു മറുപടി കൂടിയാണിത്. ഒരുപക്ഷെ ശരിയായിരിക്കാം. കാരണം ഒടിയൻ സിനിമയ്ക്ക് ശേഷം മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾ പരിശോധിച്ചാൽ താടി ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം. പിന്നീട് ഇപ്പോൾ വന്നപ്പോൾ ഈ തുടരും സിനിമ മുതലാണ് മോഹൻലാലിന് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. കാരണം അതിൽ ആ കുളിമുറിയിൽ വെച്ചുള്ള ആ ഒരു സീൻ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സീനാണ്. മോഹൻലാൽ അത് അവർ സംവിധായകൻ പോലും ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് അഭിനയ മുഹൂർത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആ പഴയ അഭിനയ ഇതിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പരസ്യം ചെയ്യുന്നു. സ്ത്രൈണഭാവമുള്ള അർദ്ധനാരീശ്വര സങ്കല്പവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരസ്യമായിരുന്നു അത്. വളരെ മനോഹരമായത്. മോഹൻലാൽ ഓരോ കൈവിരലുകൾ തൊട്ട് അഭിനയിച്ചിരിക്കുകയാണ്. മോഹൻലാലിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ഓരോ അവയവങ്ങളും അഭിനയിക്കാറുണ്ട്. കൈകൾ, കാലുകൾ ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരു മോൾഡ് ചെയ്തെടുത്ത ഒരു ഇൻ ബർത്ത് തന്നെ ഒരു അഭിനേതാവ് തന്നെയാണ് മോഹൻലാൽ. മമ്മൂട്ടിയൊക്കെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി ഒരുപാട് എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ ഒരുപാട് ഹോംവർക്കിലൂടെ വന്ന നടനാണെങ്കിൽ മോഹൻലാൽ ജനിച്ചത് തന്നെ നടനായിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിൽ നിന്ന് ഇതിനപ്പുറവും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഈ ജോർജ് സാറ്, ഇപ്പോൾ പ്രകാശ് വർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വർഷങ്ങളായി പരസ്യരംഗത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ ഇത്രയധികം പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയ തുടരും സിനിമയിലാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സീനുകളും നമുക്ക് ഒരു ത്രില്ലോടുകൂടി തന്നെ കാണാൻ കഴിയും. കാരണം എല്ലാവരും മലയാളികൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ ഒരു വില്ലനാണെങ്കിൽ പോലും അതിനെ നന്നായി എൻജോയ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ പ്രധാനപ്പെട്ട ഡയലോഗുകളും എല്ലാം എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പരസ്യചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പരസ്യചിത്രത്തിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൽ ഈ മോഹൻലാലിൻ്റെ ഈ ഒരു അഭിനയത്തിൽ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു സ്ത്രൈണഭാവത്തിൽ ഇങ്ങനെ നൃത്തം പോലെ ഇങ്ങനെ ചെയ്യുന്നൊരു സമയത്താണ് പ്രകാശ് വർമ്മ വന്നിട്ട് വിളിക്കുമ്പോൾ മോഹൻലാൽ പെട്ടെന്ന് ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു രസകരമായ ഒരു സംഭവമാണ്. അത് പലരും വേറെ തരത്തിലൊക്കെ പറയുന്നു. മോഹൻലാലിന് ഇതെന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാണക്കേടല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതൊന്നും ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നാണക്കേട്? കഥാപാത്രത്തിന് എന്താണോ ആവശ്യം അത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പൂർണ്ണ നഗ്നനായി പോലും മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ അഭിനേതാവ് എന്ന് പറയുന്നത് അവരുടെ കഥാപാത്രത്തിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് ഒരു അഭിനേതാവിൻ്റെ ധർമ്മം. അത് അദ്ദേഹം നന്നായി ചെയ്യുന്നു. പരസ്യമാണെങ്കിലും ശരി, അല്ലെങ്കിൽ സിനിമയാണെങ്കിലും അത് നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 45 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഒരു സിനിമയെ താങ്ങി നിർത്തുക എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അതും നായകനായി തന്നെ തുടരുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമല്ലാതെ ഇനി ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ആർക്കും കഴിയില്ല. 365 സിനിമകൾ ആയി. ഒരു വർഷം മുഴുവൻ ഇരുന്ന് കാണാനുള്ള സിനിമകൾ അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. എത്ര കഥാപാത്രങ്ങൾ, ഡാൻസ് ആണെങ്കിലും ഭാവാഭിനയവും അതോടൊപ്പം സീരിയസ് വേഷങ്ങളും എല്ലാ പുരാണ കഥാപാത്രങ്ങളും കഥകളിയും എല്ലാം ചെയ്തു, ആടിത്തിമിർത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിപ്പോൾ നമ്മുടെ പ്രകാശ് വർമ്മയും ലാലേട്ടനും അവർ വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷകളാണ്. ഇപ്പോൾ പ്രകാശ് വർമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ചെറിയ പണ്ട് നമ്മൾ ഹച്ച് എന്ന് പറയുന്ന ഒരു ടെലികോം സേവനദാതാക്കളുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോഴത്തെ VIയുടെ പഴയ രൂപം. അപ്പോൾ അതിൽ ഒരു പഗ് എന്ന് പറയുന്ന ഒരു പട്ടിയെ വെച്ചിട്ട് ആ ഒരു പരസ്യം ചെയ്യുമ്പോൾ നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല മനുഷ്യനപ്പുറത്തേക്ക് വേറെ ഒരു പട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപത്തെ വെച്ചിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ്. ആ ഹച്ച് എന്ന് പറയുന്ന ആ ടെലികോം സേവനദാതാവിന് ഈ പട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അത് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകാശ് വർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള. പിന്നീട് നമ്മൾ ഈ IPL തുടങ്ങിയ സമയത്ത് സൂസു എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം, അത് മനുഷ്യനല്ല വേറൊരു രൂപത്തെ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പരസ്യം. അന്ന് മുതൽ ഈ പരസ്യത്തിന് പിന്നിലൊരു മലയാളിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്, ഒരു ആശ്ചര്യം ഉണ്ടായിരുന്നു. ഇത് ആരാണ് എന്നുള്ളത് പലർക്കും
അറിയാൻ വഴിയുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഇത് ഇന്നയാളാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും മനസ്സിലായത്. അതിന് ഷാറുഖ് ഖാനെ വെച്ചൊരു ദുബായ് ടൂറിസത്തിന് വേണ്ടി ചെയ്ത ഒരു ആട്, അതൊക്കെ വളരെ എനിക്ക് തോന്നുന്നു ആൾക്കൂട്ടത്തിനിടയിലേക്ക് പറയാതെ ഇറക്കി വിട്ട് ഓരോരുത്തരുടെ ഭാവങ്ങൾ ഒപ്പിയെടുത്ത്. അപ്പം അത്രയും എന്താ പറയുക, നാച്ചുറലായിട്ടും കണ്ണിങ് ആയിട്ട് ആളുകളെ വാച്ച് ചെയ്യുന്ന ഒരു ആളാണ് പ്രകാശ് വർമ്മ എന്ന് പറയുന്നത്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ? പുതിയ ആഡാകുമ്പം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ആളുകൾ സ്വീകരിക്കൂ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സംവിധായകനും അതോടൊപ്പം തന്നെ ഒരു നടനുമാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടൊരു പുതിയ സാധനം, അത് മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ നടനെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് തുടരും എന്ന് പറയുന്ന സിനിമയിലെ സംവിധായകൻ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രകാശ് വർമ്മയും എങ്ങനെയാണ് അഭിനയിപ്പിക്കേണ്ടത് എന്നുള്ളത്. അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും ലാലേട്ടനെ ഈ ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് കയ്യിൽ കിട്ടുന്നു. അപ്പോൾ വ്യത്യസ്തമായിട്ടൊരു സാധനം ചെയ്യാം, വളരെ റിയലിസ്റ്റിക്കായിട്ട് നല്ല അടിപൊളി സ്ക്രിപ്റ്റാണ് അതിൻ്റെ. അങ്ങനെ കൃത്യമായിട്ട് ആ സാധനം ചെയ്തിരിക്കുന്നു. ലാലേട്ടൻ വളരെ ഭംഗിയായിട്ട് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു. ഒരു സ്ത്രൈണത അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അംഗലാവണ്യമൊക്കെ ആ ഒരു ഓരോ കൈവിരലുകളിൽ പോലും അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സിൽ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലാലേട്ടൻ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള പല സിനിമകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്യത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര വലിയ ചർച്ചയാവാനുള്ള കാര്യവും. തീർച്ചയായിട്ടും അതാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. അതോടൊപ്പം മമ്മൂട്ടി ഫാൻസും ഒക്കെ ആരോഗ്യപരമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ ചർച്ചയായി തീർന്നിട്ടുണ്ട്. ഇത് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇത് സ്ത്രീകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം മോഹൻലാലിൻ്റെ അത്തരത്തിലുള്ള നൃത്ത പ്രാധാന്യമുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കമലദളം പോലുള്ള സിനിമയിലൊക്കെ മോഹൻലാൽ അന്യായമായ പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. ഒരു നൃത്തം ചെയ്യുന്ന കഥാപാത്രമായി അല്ലെങ്കിൽ ഒരു ഗായകനായൊക്കെ ഇപ്പോൾ ആറാം തമ്പുരാനിലൊക്കെ വരുമ്പോൾ ആദ്യം വളരെ ഗുണ്ട സെറ്റപ്പിലാണ് വരുന്നത്. പിന്നീടാണ് ഈ മഞ്ജു വാര്യർ അഭിനയിക്കുന്ന കഥാപാത്രം അറിയുന്നത് ഇത്രയും വലിയ ഗായകനാണ് അല്ലെങ്കിൽ എന്നുള്ളത്. അത് പറയുന്നുണ്ട് മുംബൈയിൽ പോയതും ഗുരുവിൻ്റെ കാൽക്കൽ. അപ്പോൾ ആ പാട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ പാട്ട് ഈ ഹരിമുരളീരം എന്നുള്ള പാട്ട് ശരിക്കും ഗിരീഷ് പുത്തഞ്ചേരി എഴുതി രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതം അല്ലേ, യേശുദാസ് പാടിയത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പാട്ടിനെക്കുറിച്ച് പറയുന്നത് ഇതിൽ ഷാജി കൈലാസ് ഇവർക്ക് രണ്ടുപേർക്കും നിർബന്ധമായും നിർദ്ദേശം കൊടുത്തു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഗാനമാണ്, നിങ്ങൾ പഴയ പോലെ ഉഴപ്പരുതെന്ന് പറഞ്ഞ് രണ്ടുപേർക്കും റൂം എടുത്ത് കൊടുത്തു. പക്ഷേ അവർ ആ റൂമിലെല്ലാം അടിച്ച് പൊളിച്ച് എഴുതിയില്ല. പിറ്റേന്ന് രാവിലെ ഇതിൻ്റെ റെക്കോർഡിങ്ങിനായിട്ട് യേശുദാസൊക്കെ വന്നിരിക്കുകയാണ്. ആ സമയത്ത് കാറിലിരുന്നപ്പോഴാണ് ഷാജി കൈലാസ് വന്ന് ചോദിക്കുന്നത് പാട്ടായല്ലോ എന്ന് പറയുമ്പോഴാണ് ഇവർ എഴുതിയില്ലെന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. എന്നിട്ട് ആ കാറിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എഴുതിയ പാട്ടാണ് ഈ ഹരിമുരളീരവം എന്ന് പറയുന്ന പാട്ട്. അത് ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ നിമിഷ നേരം കൊണ്ട് എഴുതിയതാണ്. അത് മധുമൊഴി രാധേ നിന്നെ തേടി എന്ന് പറഞ്ഞിട്ട് കുറേ നേരം യേശുദാസ് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അവർ രസകരമായി പറഞ്ഞത് ഈ പറഞ്ഞ പോലെ കുറേ എഴുതിയപ്പോഴത്തേക്ക് മറന്നുപോയി, അപ്പോൾ എഴുതി തീർന്നില്ല. അതുകൊണ്ടാണ് യേശുദാസ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്നു തമാശ രൂപത്തിൽ. അതായത് ഇത് പാടിക്കൊണ്ടിരിക്കെ തന്നെ എഴുതി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്കി വരികൾക്കായിട്ട് കാത്തു നിന്നിട്ടാണ് യേശുദാസ് അത്രയും സമയം മൂളേണ്ടി വന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ രസകരമായ ഒരു സിനിമയായിരുന്നു, അല്ലെങ്കിൽ ആ പാട്ടായിരുന്നു. അപ്പോൾ എന്നതുപോലെ ഓരോ കഥാപാത്രവും ഏറ്റവും മെച്ചപ്പെട്ടതാക്കാനാണ് ഒരു നടൻ ശ്രമിക്കേണ്ടത്. അതിൽ പല വിമർശനങ്ങളുണ്ടാവും, അതൊക്കെ ആരോഗ്യപരമായി തന്നെ നേരിടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.